നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ ആഗോള വിപണി മാത്രമല്ല, ലോക രാജ്യങ്ങളെല്ലാം തന്നെ കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു. ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്ന ലിബറേഷൻ ഡേ എന്ന പേരിൽ പ്രകടന പത്രികയിൽ, ഇലക്ഷനിലെ പ്രകടന പത്രികയിൽ അദ്ദേഹം വാഗ്ദാനം ചെയ്ത ആ ഒരു താരിഫ് ഹൈക്കുകൾ അത് വന്നു. ഓൾറെഡി തന്നെ പല ഘട്ടങ്ങളിലായിട്ടും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇന്നലെ ലിബറേഷൻ ഡേ എന്ന പേരിൽ ഒരു സുപ്രധാനമായിട്ടുള്ള തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു തീരുമാനം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ഹാർഷായിരുന്നു. കുറച്ചും കൂടി അതിനൊരു കാഠിന്യം ഉണ്ട്. എല്ലാ ഇമ്പോർട്ടിന് ഗുഡ്സിനും US 10% താരിഫ് ഏർപ്പെടുത്തി. ഇതിൽ ചൈന പോലെയുള്ള രാജ്യങ്ങൾക്ക് നിലവിലുള്ള താരിഫിന് ഉൾപ്പെടെ 36% അഡീഷണൽ, ഇന്ത്യക്ക് 26%, യൂറോപ്പിൻ, മെക്സിക്കോ, അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും ബേസിക് 10%, ഓട്ടോമൊബൈലിന് സെപ്പറേറ്റ്. അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ വലിയ തോതിൽ താരിഫ് ഹൈക്ക് വന്നതുകൊണ്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് വലിയ തോതിൽ ഇടിവിലാണ്. US ഫ്യൂച്ചർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല. US മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് വൈകിട്ടാണ്. പക്ഷേ US ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 900 പോയിൻ്റ് മൈനസിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ആവട്ടെ 300 പോയിൻറ്റിന് താഴെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ FISൻ്റെ ഭാഗത്തുനിന്ന് 1500 കോടി രൂപയുടെ സെല്ലിങ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ. DEs 2800 കോടി രൂപയുടെ ബൈങ് നടത്തി. അതുകൊണ്ട് തന്നെ ഇന്നലെ നിഫ്റ്റി 150 പോയിൻറ്റും സെൻസെക്സ് 500 പോയിൻറ്റിലേറെയും റാലി രേഖപ്പെടുത്താനായിട്ട് പറ്റിയിരുന്നു. നമുക്ക് പോസിറ്റീവായിരുന്നു. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. എന്നിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് നിലകൊള്ളാനായിട്ട് പറ്റി. ഫിനാൻഷ്യൽ സെക്ടറും HDFCയും ഉൾപ്പെടെയുള്ള IT ഉൾപ്പെടെ ഉള്ള ഇൻഫോസിസും ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ ഒരു നെഗറ്റിവിറ്റി ഓൾറെഡി തന്നെ ഏഷ്യൻ മാർക്കറ്റിലും അതുവഴി ഗിഫ്റ്റ് നിഫ്റ്റിയിലും റിഫ്ലക്റ്റ് ചെയ്ത ഒരവസ്ഥയിലാണുള്ളത്. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും താഴെ നാസ്ഡാക്കും ഡോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവാണ്. പക്ഷേ ഇപ്പോൾ ഡോ ഫ്യൂച്ചറിലേക്ക് നോക്കാം. ഡോ ജോൺസ് ഫ്യൂച്ചർ എത്ര പോയിൻ്റാണ്? 939 പോയിൻ്റാണ് ഇടിവ് രേഖപ്പെടുത്തിയത്. അപ്പോൾ US ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 900 പോയിൻ്റ് ഇടിവിലാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 3% ഇടിവാണ്. കോസ്പി കൊറിയ 1.3 ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ടോപ്പിലേക്ക് ബിറ്റ് കോയിൻ നോക്കുകയാണെങ്കിൽ 1800 പോയിൻറ്റിൻ്റെ ഇടിവിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയും ഇടിവ് രേഖപ്പെടുന്നുണ്ട്. ചൈന ഇത് എക്സ്പെക്റ്റ് ചെയ്ത കൊണ്ടാവണം ചൈന മാർക്കറ്റ് ഇതുവരെ വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി ഓൾറെഡി തന്നെ 300 പോയിൻ്റ് അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ഇന്ത്യ US ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്. ഇന്ത്യക്ക് അറ്റ്ലീസ്റ്റ് ഒരു മൃദു സമീപനം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഇല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ട്രംപ് യാതൊരു ദാക്ഷിണ്യവും ഇന്ത്യക്ക് ഉൾപ്പെടെയുള്ള ഒരു രാജ്യത്തിനും കൊടുത്തിട്ടില്ല. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒന്നല്ല. ഇത്തരം വലിയൊരു താരിഫ് ഹൈക്ക് എക്സ്പെക്റ്റ് ചെയ്ത ഒന്നല്ല. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൽ നിന്നുള്ള ഇമ്പോർട്ട് വളരെയധികം പ്രാധാന്യം ഉള്ളതാണ്. GDP ഡേറ്റ എല്ലാം തന്നെ അതിനനുസരിച്ചാണ് ഉള്ളത്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഹൈക്കുകൾ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് US ജനങ്ങളിലേക്കാണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു പോകുന്നത്. അത് വേറെ കാര്യം. അതുകൊണ്ടാവണം ഇന്നലെ ഗോൾഡ്മാൻ സാക്കൊക്കെ US റിസഷൻ വരാനുള്ള സാധ്യത 20% നിന്ന് 30% ഉയർത്തിയിട്ടുള്ളത്. പക്ഷേ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ട്രംപ് ആഗ്രഹിക്കുന്നത് ഈ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ട്രംപിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവിടേക്ക് വരുന്ന സാധനങ്ങൾക്ക് ഇമ്പോർട്ട് ഉയർത്തുക എന്നുള്ളതല്ല ഇതിൻ്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് US ഉൽപ്പന്നങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ സുലഭമായിട്ട് അവിടെ എല്ലാ രാജ്യങ്ങൾക്കുള്ള ജനങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റണം. അതാത് രാജ്യങ്ങൾ US ഉൽപ്പന്നങ്ങളുടെ താരിഫ് കുറയ്ക്കണം. അപ്പോൾ ഇനി നടക്കാനായിട്ട് പോകുന്നത്, ഇനി നെക്സ്റ്റ് മാസങ്ങളിലേക്കൊക്കെ നടക്കാൻ പോകുന്നത് അമേരിക്കയും പല ഇത്തരത്തിലുള്ള രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളും അതുവഴി അതാത് രാജ്യങ്ങൾ തമ്മിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ, നമ്മൾ ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇപ്പോൾ ഹാർലി ഡേവിഡ്സൻ്റെ തീരുവ
55 നിന്ന് കുറച്ചു. ഇപ്പോൾ ടെസ്ലക്ക് വരാനുള്ള വഴി കുറച്ചും കൂടിയും ഒരുക്കി. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോഴും ആ വക്തത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നീക്കി ആ വക്തതകളെല്ലാം തന്നെ മാറ്റി ഈ ഉൽപ്പന്നങ്ങൾക്ക്, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കെല്ലാം തന്നെ വലിയ തോതിലുള്ള സ്വീകാര്യത ഇന്ത്യയിൽ വേണം. ഇന്ത്യ താരിഫ് കുറയ്ക്കണം. അപ്പോൾ US താരിഫ് അവിടെ കുറയ്ക്കും. അപ്പോൾ ഇന്ത്യയും US തമ്മിൽ താരിഫ് ഇല്ലാത്ത രാജ്യമായിട്ട് മാറും. അപ്പോൾ അത്തരത്തിൽ ട്രംപിൻ്റെ ഒരു നയമെന്ന് പറയുന്നത് US ഉൽപ്പന്നങ്ങൾ ലോകത്ത് മുഴുവനും ലഭ്യമാക്കുക, US ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഹൈക്കുകൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു ലക്ഷ്യം. അതിലേക്ക് ഏറെക്കുറെ അദ്ദേഹം എത്തുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഇത്തരത്തിലുള്ളൊരു ട്രേഡ് വാർ ഒരു രാജ്യത്തിനും ഗുണകരമല്ല. ട്രംപ് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടുമില്ല. ഇപ്പോൾ ഇന്ത്യക്കാണ് ഇപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ളത്. ഇനിയിപ്പോൾ ചൈനയുടെ ആക്ഷൻ, യൂറോപ്യൻ രാജ്യങ്ങളുടെ ആക്ഷൻ, മെക്സിക്കോയുടെ എല്ലാ ആക്ഷൻ നമ്മൾ കാണണം. പക്ഷേ ചൈന റെസിപ്രോക്കൽ താരിഫ്, മെക്സിക്കോ റെസിപ്രോക്കൽ താരിഫ്. അപ്പോൾ ചൈനയോ മെക്സിക്കോയോ മുട്ടുമടക്കാനായിട്ട് തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് കൂടുതൽ സങ്കീർണമാക്കും വിപണി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുന്നില്ല. കാരണം മാർക്കറ്റിൻ്റെ അവസ്ഥ ഇന്ന് കുറച്ച് വോളറ്റൈലായിരിക്കും. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു.